ചിലർ പറയുക ദൈവമൊന്നുമില്ല, നിരീശ്വര ചിന്തകളൊക്കെ ആയിട്ട് നടക്കുന്ന ചില മനുഷ്യരില്ലേ. എന്തുകൊണ്ട് ദൈവമില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ ബുദ്ധിയിൽ ദൈവത്തെ ഒതുക്കാൻ നോക്കിയിട്ട് ഒതുങ്ങണില്ല, അതുകൊണ്ട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവര് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടിട്ട് പോകുന്നുണ്ട്. യെശയ്യാ 5:13 പ്രവാചകൻ പറയുന്നില്ലേ, എൻ്റെ ജനം അജ്ഞത നിമിത്തം കൊണ്ടാണ് അടിമത്തത്തിലേക്ക് പോകുന്നതെന്ന്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ദൈവത്തെ അറിയുക എന്നുള്ളതാക്കി ഒരു വ്യക്തി മാറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവം ആരെന്ന് അനുഭവിച്ചറിയാനായിട്ട് തുടങ്ങുന്ന ചുരുക്കം. പ്രിയമുള്ളവരെ, വിശുദ്ധ അഗസ്തീനോസ് സത്യം എന്തെന്നറിയാനുള്ള അലച്ചിലായിരുന്നു. ആ അലച്ചിലിൽ കടന്നുപോയ വഴികളെല്ലാം കുറെ തെറ്റിന്റെ വഴികളാ. പക്ഷേ ഒരമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും മകന്റെ ഉള്ളിൽ ഒരു ദാഹമുണ്ട്. ഈ അന്വേഷണങ്ങൾക്കൊടുവിൽ അവൻ ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൻ പറയുന്ന കാര്യമുണ്ടോ, സനാതന സത്യമേ, നിന്നെ അറിയാൻ ഞാൻ എത്ര വൈകിപ്പോയി. ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ദാഹത്തോടെ ദൈവവചനം എടുത്തിട്ട് വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും തുടങ്ങിയ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ആത്മീയ പ്രകാശം ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് കത്തിപ്പടരാൻ തുടങ്ങും. അതുപോലെ ഒരു വ്യക്തി ദൈവിക സാന്നിധ്യത്തിന്റെ മുമ്പിൽ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ദൈവസന്നിധിയിൽ വന്നിരിക്കാൻ തുടങ്ങിയാൽ ആ കുർബാനയുടെ ചൈതന്യവും തീ പടർന്നു കയറുന്നത് പോലെ, അരിച്ചു കയറുന്നത് പോലെ ആ വ്യക്തിയുടെ ആത്മാവിന്റെ ഉള്ളിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങും.